Hi, it's me, Binoke Jos. In the Grapes INNOTECH January മാസത്തിലെ കുറച്ച് പ്രോഗ്രാമുകളെ പറ്റിയും അതോടൊപ്പം ഈ 250 റേസിംഗ് ഡ്രോണിന്റെ കുറച്ച് വീഡിയോസും അതിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഞങ്ങൾ നടത്തിയ കുറച്ച് പ്രോഗ്രാമുകളുടെ വിശേഷങ്ങൾ പറയാം. ഞങ്ങൾക്ക് അതായത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ കാലിക്കറ്റ് കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഹാർഡ്വെയർ കമ്മ്യൂണിറ്റി മീറ്റപ്പിന്റെ ഭാഗമായിട്ട് 2 hour ഗസ്റ്റ് ആയിട്ട് ഡ്രോണിനെ പറ്റിയും ഡ്രോണിന്റെ ഇന്നോവേഷൻ കാര്യങ്ങളെ പറ്റിയെല്ലാം കുട്ടികളുമായിട്ട് സംസാരിക്കാനും അതിനെപ്പറ്റി കുട്ടികളോട് പറഞ്ഞു കൊടുക്കാനൊക്കെ സാധിച്ചു. ഒരു മികച്ചൊരു അവസരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. 2 മണിക്കൂർ ഏകദേശം ഒരു 200-300ഓളം രജിസ്ട്രേഷൻസ് ഈ പ്രോഗ്രാമിന് വേണ്ടി വന്നിരുന്നു. അതിൽ 65-70 സ്റ്റുഡൻസുകളെ മാത്രമാണ് അലോ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ എന്താണ് ഡ്രോണിനെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള ഐഡിയകൾ, ഡ്രോൺ വെച്ചിട്ട് എന്തൊക്കെ ഇന്നോവേഷൻ ചെയ്യാൻ പറ്റും, കൂടാതെ ഞങ്ങൾ ചെയ്ത ഡ്രോൺ വെച്ചിട്ട് ചെയ്തിരുന്ന കുറച്ച് പ്രോജക്റ്റ്, അത് മൾട്ടി ഫംഗ്ഷൻ ഫ്ലൈയിങ് ഫ്ലൈ റോബോട്ട്, പിന്നെ ഹോവർ കാരിയർ, ഇതുപോലെ തുടങ്ങിയ ഡ്രോണുകൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന പുതിയ ഇന്നോവേഷൻസ് പ്രൊജക്റ്റുകൾ, സ്വന്തമായിട്ട് എന്തൊക്കെ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ പറ്റും, ഇതിനെപ്പറ്റിയെല്ലാം സ്റ്റുഡൻസിന് ഒരുപാട് അവയർനെസ്സും കാര്യങ്ങളെല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മികച്ച അവസരമായിരുന്നു സ്റ്റുഡൻസിന് ആ പ്രോഗ്രാം വഴി ഉണ്ടായിരുന്നെന്നാണ് സ്റ്റുഡൻസിൻ്റെ അഭിപ്രായങ്ങൾ വന്നിരുന്നത്. ഞങ്ങൾ ചെയ്ത ഹോവർ കാരിയർ പ്രൊജക്റ്റിനെ പറ്റി സ്റ്റുഡൻസുമായിട്ട് കാണിച്ചു കൊടുക്കാനും അവർക്ക് ആ പ്രൊജക്റ്റ് എന്താണെന്ന് ചെയ്ത് കൊടുക്കാനും സാധിച്ചു. അതിൻ്റെ കുറച്ച് വീഡിയോസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹോവർ കാരിയറിൻ്റെ പ്രൊജക്റ്റിൻ്റെ മുകളിലായിട്ട് ഒരു ഗ്ലാസും അതിനുള്ളിൽ കുറച്ച് വെള്ളം നിറച്ച് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന അതിൻ്റെ കുറച്ച് രീതികളും അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ സ്റ്റുഡൻസിന് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം ഡ്രോൺ ഫ്ലൈ ചെയ്തും എങ്ങനെയാണ് ഡ്രോണിൻ്റെ ഫിസിക്സും ഡ്രോൺ എങ്ങനെയാണ് ഫ്ലൈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്ത് കാണിച്ചു കൊടുത്തു. അപ്പോൾ വീഡിയോസ് കണ്ടു നോക്കുക. ഇതാണ് 250 റേസിംഗ് ഡ്രോണ്. ഇതിൻ്റെ FPV റേസിംഗ് ഡ്രോണാണ്. 250 എന്നാണ് ഈ ഡ്രോണിൻ്റെ സൈസിൻ്റെ നെയിം. 4 പ്രൊപ്പല്ലർ വെച്ചിട്ട് ക്വാഡ്കോപ്റ്റർ തന്നെയാണ്, അതിൻ്റെ ഷേപ്പ് തന്നെയാണ്. ഇത് 2450 kVയുടെ മോട്ടറാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. 2450 kVയുടെ സൈക്ലോൺ പ്രൊപ്പല്ലറാണ്. പിന്നെ ഒരു FPV ക്യാമറ ഉണ്ട്. 2200 mAh 11.1 വോൾട്ടിൻ്റെ ലിഥിയം പോളിമർ ബാറ്ററിയാണ്. CC3D ഫ്ലൈറ്റ് കൺട്രോളറാണ്. 13 ESC ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് റേസിങ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഇപ്പം ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ. ഫസ്റ്റ് ഫ്ലൈ ചെയ്ത് നോക്കിയിട്ടില്ല. ആദ്യത്തെ ഫ്ലൈയിങ് ആണ്. Like a broken soul in a wonderland without angels. This is how I feel when the mirror shows me
അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫേസ്ബുക്ക് വാട്സാപ്പ് വഴി ഫ്രണ്ട്സിന് ഈ വീഡിയോസ് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ ആരും മറക്കരുത്. വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് അപ്പോൾ കാണാനായിട്ട് സബ്സ്ക്രൈബ് എന്ന ബട്ടൺ, ഗ്രേപ്സ് ഇന്നോടെക്കിന്റെ സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം ഇതിനെപ്പറ്റി, ഈ വീഡിയോസിനെ പറ്റിയോ ഡ്രോണുകളെ പറ്റിയോ റോബോട്ടിക്സ് ഇലക്ട്രോണിക്സ് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തണം. കൂടാതെ തുടർന്നുള്ള എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റായിട്ട് എഴുതും. അപ്പോൾ എന്തായാലും ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. See you next time. Bye bye.